ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സുകളാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ കീ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ നമുക്ക് അത് എന്താണെന്നുള്ളത് പിടിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വളരെ ഷോർട്ടാക്കിയിട്ട് നോട്ട്സ് തയ്യാറാക്കി വെച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ ഈസി ആയിരിക്കും. പോയിൻ്റായിട്ട് നോട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓരോ വീഡിയോയിലും ഇത് പറയാത്തത് കൊണ്ട് തന്നെ വളരെ സ്ലോലിയാണ് എല്ലാ വ്യൂസ് ആണെങ്കിലും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ള വീഡിയോസിലൊക്കെ ഇത് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സാണ് നമുക്കിനി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, എക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ എക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്? EOQ is a quantitative model that helps determine the optimal quantity of stock a business should order each time to minimize the total inventory cost, which includes both ordering cost and holding, അതായത് carrying cost. The model assumes that demand, ordering cost and holding cost are known and constant. The EOQ formula is EOQ root of 2DS divided by H. D is equal to annual demand, S order cost per order, and H holding cost per unit per year. എന്താണ് എക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി? അതായത് ഓർഡർ ചെയ്യുന്നതിനുള്ള ചിലവും, അതായത് ഓർഡറിങ് കോസ്റ്റും, പിന്നെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ചിലവും ഹോൾഡിംഗ് കോസ്റ്റും പരമാവധി കുറച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓരോ തവണയും എത്ര അളവ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻവെൻട്രി കൺട്രോളിങ് സിസ്റ്റം ആണല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻവെൻട്രി നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനുള്ള ഓരോ ടെക്നിക്സാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺട്രോളിങ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്സുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? EOQ കണ്ടുപിടിക്കുന്നത് ഓർഡർ ചെയ്യുന്നതിനുള്ള ചിലവും അത് സൂക്ഷിച്ചു വെക്കുന്നതിനൊക്കെ ഉള്ള ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി കുറച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓരോ തവണയും എത്ര അളവ് സാധനങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവാക്യം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സാമിന് ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാൻ വളരെ റെയറാണ്, പക്ഷെ എന്നാലും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അടുത്തത് ജസ്റ്റ് ഇൻ ടൈം, അതായത് JIT. ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഇത് സ്റ്റാൻഡേർഡ് ഫോമൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ അതൊക്കെ ചോദിക്കാൻ, ഒരു മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം എന്താണ്? ജസ്റ്റ് ഇൻ ടൈം പേര് പോലെ തന്നെയാണ്. ജസ്റ്റ് ഇൻ ടൈം ഈസ് ആൻ ഇൻവെൻറ്ററി സ്ട്രാറ്റജി ഫോക്കസ്ഡ് ഓൺ റിസീവിങ് ഗുഡ്സ് ഓൺലി വെൻ ദേ ആർ നീഡഡ്. എപ്പോഴാണോ ആവശ്യം ആ സമയത്തത് റിസീവ് ചെയ്യുന്നു. സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രം സ്വീകരിക്കുന്ന രീതിയാണിത്. either for production or customer delivery. It reduces the need for large storage spaces and minimize waste by ensuring that inventory is not held unnecessarily. The system requires highly reliable suppliers and efficient production planning. അതായത് ഇതിലൂടെ വലിയ ഗോഡൗണുകളുടെ ആവശ്യം ഒഴിവാക്കാനും സാധനങ്ങൾ അനാവശ്യമായി കെട്ടിക്കിടക്കുന്നത് തടയാനും സാധിക്കും. അതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടൊയോട്ട യൂസസ് JIT in its automobile manufacturing plants where parts are delivered to assembly line just in time to be used, reducing storage cost and improving production efficiency. എന്താണ് ടൊയോട്ട കമ്പനി അവരുടെ ഫാക്ടറികളിൽ കാർ നിർമ്മാണത്തിന് ആവശ്യമായ ഭാഗങ്ങളൊക്കെ കൃത്യസമയത്ത് മാത്രം എത്തിച്ച് ഈ രീതി നടപ്പിലാക്കുന്നു. ജസ്റ്റ് ഇൻ ടൈം നടപ്പിലാക്കുന്നു. ഇനി സേഫ്റ്റി സ്റ്റോക്കാണ്. സേഫ്റ്റി സ്റ്റോക്ക് ഈസ് ദ എക്സ്ട്രാ ഇൻവെൻട്രി കെപ്റ്റ് ഓൺ ഹാൻഡ് എ പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റീസ് ഇൻ ഡിമാൻഡ് ഓർ ഡിലേസ് ഇൻ സപ്ലൈ. അതായത് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ആവശ്യങ്ങളോ വിതരണത്തിലെ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായാൽ
സ്റ്റോക്ക് തീർന്നു പോകാതിരിക്കാൻ, സ്റ്റോക്ക് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായി കയ്യിൽ വെക്കുന്ന ഒരു അധിക സ്റ്റോക്കാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇഫ് ഫാർമസി മേ മെയിൻറ്റെയിൻ സേഫ്റ്റി സ്റ്റോക്ക് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് ലൈക്ക് ഇൻസുലിൻ ടു എൻഷുർ അവൈലബിലിറ്റി ഇവൻ ഡ്യൂറിങ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ്സ് സർജസ് ഓർ സപ്ലൈ ഡിലേസ്. അതായത് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഇൻസുലിൻ പോലുള്ള അവശ്യ മരുന്നുകൾ എപ്പോഴും അധികമായി കരുതി വെക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. നെക്സ്റ്റ് റിയോഡ പോയിന്റ് ആണ്. അതായത് റിയോഡ പോയിന്റ് ഈസ് ദ ഇൻവെൻറ്ററി ലെവൽ അറ്റ് വിച്ച് എ ന്യൂ പർച്ചേസ് ഓർഡർ മസ്റ്റ് ബി പ്ലേസ്ഡ് ടു റീപ്ലെനിഷ് സ്റ്റോക്ക് ബിഫോർ ഇറ്റ് റൺസ് ഔട്ട്. അതായത് വേറെ ഒന്നുമില്ല, സ്റ്റോക്ക് തീർന്ന് പോകുന്നതിന് മുമ്പ് പുതിയ ഓർഡർ നൽകേണ്ട സ്റ്റോക്ക് ലെവലാണ്. ഇതിനൊരു സൂത്രവാക്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് എ റീറ്റെയിലർ സെൽസ് 10 units പെർ ഡേ ആൻഡ് ദ സപ്ലയർ ടേക്സ് 5 days ടു ഡെലിവർ, ദ ROP വുഡ് ബി 50 units. അതെങ്ങനെ കിട്ടി? ആവറേജ് ഡെയിലി യൂസ് ഇൻറ്റു ലീഡ് ടൈം ഇൻ ഡേയ്സ്. ഓക്കെ, അപ്പോൾ 10 × 5 50 അങ്ങനെ കിട്ടി. അപ്പോൾ അതാണ് റിയോഡ പോയിന്റ്. നെക്സ്റ്റ് ABC അനാലിസിസ് ആണ്. ABC അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻവെൻറ്ററി ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഹെൽപ്പ് ബിസിനസ് ടു പ്രയോറിറ്റീസ് കൺട്രോൾ എഫേർട്സ് ബേസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻസ് ആൻഡ് വാല്യൂ ഓഫ് ഐറ്റംസ്. A items ഹൈ വാല്യൂ, B items moderate വാല്യൂ, ആൻഡ് C item ലോ വാല്യൂ ഐറ്റംസ്. ഓക്കെ, അത് എന്താണ് പറയുന്നത്? സാധനങ്ങളുടെ മൂല്യവും പ്രാധാന്യവും അനുസരിച്ച് അവയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. A എന്ന് പറയുന്നത് വില കൂടിയ സാധനങ്ങളാണ്, ഇവർക്ക് കൃത്യമായ മേൽനോട്ടം ഉണ്ടാവണം. ആൻഡ് B ഗ്രൂപ്പ് ഇടത്തരം വിലയുള്ള സാധനങ്ങൾ, C ഗ്രൂപ്പ് കുറഞ്ഞ വിലയുള്ള എന്നാൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.